അഭിനേതാവ്, നിർമ്മാതാവ്, ഗായകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ കലാകാരനാണ് ജയസൂര്യ. 2002 റിലീസായ ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന സിനിമയിലൂടെ മലയാളത്തിൽ സജീവ സാന്നിധ്യമായ ജയസൂര്യ മലയാള സിനിമയിലെ മുൻനിര നായകന്മാരിൽ ഒരാളാണ്. തനിക്ക് കിട്ടുന്ന വേഷങ്ങൾ മനോഹരമായി തന്നെ അവതരിപ്പിക്കാൻ ജയസൂര്യ ശ്രമിക്കാറുണ്ട്. എന്നാൽ കഴിഞ്ഞ 2 വർഷങ്ങളായി നടന് അത്ര നല്ല സമയമല്ല. വിവാദങ്ങൾ ഇങ്ങനെ വിടാതെ പിന്തുടരുന്നുണ്ട്. 2024 അദ്ദേഹത്തിനെതിരെ ഉയർന്ന ലൈംഗിക അതിക്രമ പരാതിയിലൂടെയായിരുന്നു തുടക്കം. സെക്രട്ടേറിയറ്റിൽ നടന്ന സിനിമാ ഷൂട്ടിങ്ങിനിടെയാണ് സംഭവമുണ്ടായതെന്നായിരുന്നു പരാതിയിലെ വിശദീകരണം. ഷൂട്ടിങ്ങിനിടെ ശുചിമുറിയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ നടൻ പിന്നിൽ നിന്ന് കയറി പിടിച്ചുവെന്നായിരുന്നു നടിയുടെ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം വിശദമായ അന്വേഷണം നടത്തി. എന്നാൽ സംഭവമുണ്ടായതായി സ്ഥിരീകരിക്കുന്ന തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല. മറ്റ് സാക്ഷികളോ വ്യക്തമായ തെളിവുകളോ ലഭിക്കാതിരുന്നതിനാൽ കേസിൽ തുടർ നടപടികൾ മുന്നോട്ടു പോയില്ല. ഇതോടെ ലൈംഗിക അതിക്രമ കേസിൽ നിയമപരമായ മുന്നേറ്റമില്ലാതെ അന്വേഷണം അവസാനിപ്പിക്കേണ്ടി വന്നു. എങ്കിലും ഈ കേസ് നടന്റെ പൊതുചിത്രത്തിൽ ചില മങ്ങലുകൾ സൃഷ്ടിച്ചിരുന്നു. ഇതിനിടെ സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ജയസൂര്യ വീണ്ടും വിവാദങ്ങളുടെ കേന്ദ്രത്തിലേക്ക് എത്തി. സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസഡറായിരുന്നു നടൻ. കേസിന്റെ ഭാഗമായി ഇഡി നടന്റെ പേരിലുള്ള 39 ലക്ഷം രൂപയുടെ സ്വത്ത് മരവിപ്പിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട് 2 തവണയാണ് ജയസൂര്യ ഇഡി ചോദ്യം ചെയ്തത്. കൂടാതെ ഭാര്യ സരിതയും അന്വേഷണത്തിനായി വിളിപ്പിച്ചിരുന്നു. വിവാദങ്ങൾക്കിടയിൽ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായത് ജയസൂര്യ മുമ്പ് നൽകിയ ഒരു അഭിമുഖമാണ്. വിവാദഘട്ടങ്ങളിൽ ഭാര്യ നൽകുന്ന പിന്തുണയെന്ന നിലയിൽ ജയസൂര്യയുടെ വാക്കുകൾ വീണ്ടും ചർച്ചയാവുകയാണ്. താൻ കൈകാര്യം ചെയ്താൽ എല്ലാത്തിലും തെറ്റുകൾ സംഭവിക്കുമെന്ന് നടൻ പറയുന്നു. ഞാൻ പണ്ട് മുതലേ കണക്കിന്റെ കാര്യത്തിൽ വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ എന്റെ കണക്കുകൂട്ടലും കുഴപ്പമാണ്. അത്യാവശ്യം ബുദ്ധിയുള്ള ഒരു ഭാര്യയെ ദൈവം തന്നു. അത് നന്നായി. അവളുടെ കണക്കുകൂട്ടലുകൾ തെറ്റാറില്ല. അവളുടെ സെലക്ഷനും കണക്കുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് അവളാണെന്ന് ജയസൂര്യ പറഞ്ഞു.